ബലിദാനികളുടെ വീടുകളിലെ സന്ദർശനം എന്നിവയും വികസന സെമിനാറുകൾ. സിപിഐഎമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷിനെ തെരഞ്ഞെടുത്തു. തീരുമാനം എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ്. തത്സമയ ദർശനം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഐക്യം കഴിഞ്ഞ സമ്മേളനം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എറണാകുളം പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് ജില്ലയിലെ പാർട്ടി കൈവരിച്ച ഐക്യമാണ്. ആ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനകീയ ബന്ധത്തെ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി സമ്മേളനം രൂപകൽപ്പന ചെയ്തിരുന്നത്. അത് പ്രായോഗിക തലത്തിൽ വികസിപ്പിക്കാൻ ചെറുപ്പത്തിന്റെ പ്രസരിപ്പും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പറയുന്നുണ്ടായിരുന്നു ഒരു യുവാക്കൾക്കുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യം കൂടിയായി ഇതിനെ കാണണമെന്ന്. അങ്ങനെ തന്നെയാണോ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം? പാർട്ടിയിലെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് പാർട്ടി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്വം എന്നുള്ളത് ഓരോ കാലത്ത് അനുയോജ്യമാകുന്ന രൂപത്തിൽ നിയോഗിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുന്നു, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ എറണാകുളം ജില്ല സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഒരു ജില്ലയാണ്. സ്വാഭാവികമായിട്ട് ഏത് തരത്തിലായിരിക്കും അവിടെ പാർട്ടിയുടെ ഒരു അടിത്തട്ട്? അല്ല, ഇവിടെ തൊഴിലാളി വർഗ മൂവ്മെൻറ്റിന് നല്ല കരുത്തുള്ള ജില്ലയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്കൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നമ്മുടെ മുന്നേറ്റത്തിൻ്റെ കുറവിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ പാർട്ടി സംഘടനാപരമായി രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായി നല്ല അടിത്തറയുള്ള പാർട്ടി ഇവിടെയുണ്ട്. ആ പാർട്ടിയെ കൂടുതൽ ജനകീയ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് ഇനി നിർവഹിക്കാനുള്ളത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച് സമ്മേളനത്തിൻ്റെ പൊതു വിലയിരുത്തലും അതുതന്നെയായിരുന്നു. പാർട്ടിക്കകത്ത് മുൻകാലങ്ങളിൽ വളരെ നേരത്തെ നിലനിന്നിരുന്ന അനൈക്യങ്ങൾ ഇത്തരം മുന്നേറ്റങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമായ ഇടപെടലിൻ്റെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാകെയുള്ള പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ ജില്ലയിലെ പാർട്ടി സംഘടനാ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തിയായി മുമ്പോട്ട് പോകാൻ കഴിയും. തീർച്ചയായും വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കോയ്മയുള്ള പ്രദേശം എന്ന നിലയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നു കാണിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിർത്താനുള്ള പ്രവർത്തനം തുടർച്ചയായി ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചില്ല. ഇല്ല, അതങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഒന്നുമല്ല. സ്വാഭാവികമായ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഞങ്ങളെല്ലാവരും കൂട്ടായി അത് നിർവഹിക്കും എന്നാണ് സൂചിപ്പിക്കുക. ഇല്ല, വിഭാഗീയത എന്നൊന്ന് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല. നിങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നോ നമ്മളെ വിലയിരുത്തിയതോ പോയിട്ടുള്ള ഒരു വിഭാഗീയ പ്രവർത്തനം ഇന്ന് നമ്മുടെ ജില്ലയിലെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല, കേരളത്തിലെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. പിന്നെ സ്വാഭാവികമായും മനുഷ്യരുടെ പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളത് കൊണ്ട് ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അത് മുൻകാലത്തെ പോലെ വിഭാഗീയതയ്ക്ക് സമാനമല്ല, ഒറ്റപ്പെട്ട വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അതിനെ ഞങ്ങൾക്ക് കൂട്ടായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. അല്ല, അതൊക്കെ നമുക്ക് തുടർച്ച ചർച്ചയുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, ചർച്ച ചെയ്ത് പരിഹരിക്കാം. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ പ്രാദേശിക തലത്തിലൊക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും ശക്തിപ്പെടുത്താൻ പോകുന്നത്? അല്ല, ഇത് ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി വന്നതുകൊണ്ട് പ്രത്യേക ഒരു ശക്തിപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പാർട്ടി ഒരു തുടർച്ചയായ പ്രവർത്തനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇവരറിയാം. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള പാർട്ടി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ സമീപനം എടുക്കും. പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപം കൊടുത്തിട്ടുണ്ട്. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഭാവി പരിപാടികളുടെ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സിപിഐഎമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. രേണുക രാജേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. രേണുക, ഇപ്പോൾ പുതിയ മുഖത്തെ ലഭിച്ചിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തിന്, എറണാകുളം ജില്ലാ നേതൃത്വത്തിന്. എങ്ങനെയാണ് പാർട്ടി എസ് സതീഷിന്റെ പേരിലേക്ക് എത്തിയത്? കാളിദാസ സിപിഎമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി ഇന്ന് രാവിലെ മുതൽ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് പലരുടെയും പേരുകൾ അല്ലെങ്കിൽ മേയറിന്റെ പേരുകൾ ഉൾപ്പെടെ പറഞ്ഞെങ്കിലും ഇപ്പോൾ എസ് സതീശനാണ് നിലവിൽ പുതിയ ഒരു സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജില്ലയുടെ പുതിയ സെക്രട്ടറി എസ് സതീശനാണ്. നിലവിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത യോഗത്തിലാണ് നിലവിലിപ്പോൾ ഒരു പാർട്ടിയെ നയിക്കാൻ അല്ലെങ്കിൽ യുവ നേതാവ് അല്ലെങ്കിൽ പാർട്ടിയെ ഇനി അങ്ങോട്ട് നയിക്കാൻ എറണാകുളം ജില്ലയിൽ
ഇനി പാർട്ടിയെ നയിക്കാൻ യുവ നേതാവ് എസ് സതീശനുണ്ട്. എസ് സതീശൻ പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ആളാണ്, അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യമായ ആളാണ്, യുവ നേതാവാണ്. അതോടൊപ്പം തന്നെ കോതമംഗലം സ്വദേശിയാണ്. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഡിവൈഎഫ്ഐയുടെ പല പ്രതിഷേധങ്ങളിലും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പല സമ്മേളനങ്ങളിലും ഉൾപ്പെടെയെല്ലാം നയിച്ച ഒരു വ്യക്തി കൂടിയാണ്. പാർട്ടിക്ക് ഒരു അപരിചിതനല്ല, ഒരിക്കലും ഒരു പരിചിതനായ അല്ലെങ്കിൽ എല്ലാ കലാപങ്ങൾക്കും അല്ലെങ്കിൽ ഈ പാർട്ടി നടത്തുന്ന എല്ലാ സമ്മേളനങ്ങൾക്കും ഈ സതീശൻ മുൻപന്തിയിലുള്ള ഒരാൾ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷിന്റെ പേര് ആദ്യം മുതലേ ഈ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്നു. സതീശൻ ഒരു പക്ഷേ ആകും, അല്ലെങ്കിൽ പുതിയ സെക്രട്ടറിയായി സതീശൻ തന്നെ ആകുമെന്നൊരു പേര് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മേയർ എം അനിൽകുമാർ എന്നീ 2 പേരുകളാണ് ആദ്യം മുതലേ പരിഗണിച്ചത്. നിലവിലിപ്പോൾ ഔദ്യോഗികമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പങ്കെടുത്ത യോഗത്തിൽ എസ് സതീഷിന്റെ പേര് നിലവിൽ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എറണാകുളം ജില്ലയെ നയിക്കാനുള്ള പുതിയ സെക്രട്ടറിയായി അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ CIC ജില്ലാ പ്രസിഡന്റ് ജോൺ സന്താനസ്, സെക്രട്ടറി PR മുരളീധരൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികൾ CB ദേവദർശൻ എന്നീ പേരുകളെല്ലാം പരിഗണനയിലുണ്ടായിരുന്നു. എന്നാലും സതീശനാണ് ഇത്തവണ എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയായി, പുതിയ സെക്രട്ടറിയായി ഒരു തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പേരാണ് നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു യുവ നേതാവ് എന്ന രീതിയിൽ തന്നെ ഇനി പാർട്ടിയെ നയിക്കാനും എറണാകുളം ജില്ലയിലെ പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും, അതോടൊപ്പം തന്നെ ഇനി വരുന്ന ഒരു തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും വരുന്നു. ഇതിനെയെല്ലാം മുൻനിർത്തി തന്നെ ഒരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടിക്ക് അനുയോജ്യമായ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് എസ് സതീശനെ നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാളിദാസ്. ശരി, CPIM എറണാകുളം ജില്ലാ ഘടകത്തെ ഇനി അങ്ങോട്ട് എസ് സതീഷ് നയിക്കും. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.